ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിത് ആറ്റിലെ രോഹുവേട്ട തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ വർഷത്തെ നമ്മുടെ ആദ്യത്തെ കൊമ്പനെ കരയ്ക്കായിട്ടുള്ള ശ്രമത്തിലാട്ടോ അവിടെ വാവൻ. ഇത് മീനായിട്ടുള്ള നല്ലൊരു മൽപ്പിടുത്തമാണ്. മീൻ ഇതുവരെ കരയ്ക്ക് എടുത്തിട്ടില്ല. മീൻ ഇപ്പോഴും സെൻറ്ററിൽ തന്നെ നിൽക്കുന്നേ ഉള്ളൂ. നല്ല ഒഴുക്കുള്ളതുകൊണ്ട് തന്നെ മീനെ കരയ്ക്കോട്ട് കയറാൻ ഭയങ്കര പാടാണ് കേട്ടോ. കാരണം മീൻ നമ്മൾ എത്ര വലിച്ചിട്ടും അടുക്കുന്നില്ല, വീണ്ടും തിരിച്ച് പോയിക്കൊണ്ടിരിക്കുക. നമുക്ക് നല്ല രീതിയിലാണോ ഹുക്ക് എന്തുവാണെന്ന് പോലും നമുക്കറിയില്ല. അതുകൊണ്ട് നമ്മൾ ഡ്രാഗ് യൂസ് ചെയ്ത് കൊടുക്കുന്നുമുണ്ട്. എന്തായാലും നല്ല ഹെവി മീനാണ് കേട്ടോ. അപ്പോൾ ഇനി മീൻ കരയ്ക്ക് കയറുകയോ ഇല്ലയോ നമുക്ക് കണ്ടിട്ട് തന്നെ അറിയണം. കാരണം സ്പൈഡർ ഹുക്ക് ആയതുകൊണ്ട് തന്നെ നമുക്ക് നല്ല ഡൗട്ടുണ്ട് മീൻ കരയ്ക്ക് കയറുമോ അതോ മിസ്സാകുമോ എന്നുള്ളത്. കാരണം ഇനി മിസ്സായാലും നമുക്ക് ഭയങ്കര സങ്കടമായിരിക്കും. കാരണം അതുപോലെ ഹെവി ഒരു മീനായിരുന്നു. നമ്മൾ കുറച്ച് മീനെ കണ്ടിട്ടുണ്ടായിരുന്നു. മീൻ ജസ്റ്റ് വലിക്കാത്ത സമയത്ത് പൊങ്ങി വരുന്നുണ്ട്. നല്ല ഹെവി മീനാണ്. അപ്പോൾ അത്രയും നമ്മൾ ഒരു ഫൈറ്റൊക്കെ നടത്തി ലാസ്റ്റ് മിസ്സാകുമ്പോൾ ഉള്ള വിഷമം അതെല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ എങ്ങനെയായാലും നമ്മളിതിനെ കരയ്ക്ക് കയറ്റാനുള്ളൊരു ശ്രമത്തിലാണ്. ഇത് കുറച്ച് അടുത്തിട്ടുണ്ട്, എന്നിട്ട് പോലും ആൾ നല്ല ഫൈറ്റാണ്. നോർമലി രോഹു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് നേരം മാത്രം ഫൈറ്റ് ചെയ്ത് നിൽക്കുന്നൊരു മീനാണ്. അത് കഴിയുമ്പോൾ തളർന്നിട്ട് നമുക്ക് പെട്ടെന്ന് കരയ്ക്ക് എത്തിക്കാൻ പറ്റും. പക്ഷേ ഇതാണെന്നുണ്ടെങ്കിൽ അടിച്ച ടൈം തൊട്ട് നല്ല ആക്റ്റീവാണ് മീൻ. ഇതേ മീനിപ്പോൾ ഇവിടെ ജസ്റ്റ് പൊങ്ങിയിട്ടുണ്ടായിരുന്നു. എന്തായാലും വാവൻ എനിക്ക് തോന്നുന്നു അതിനെ വിടാനുള്ള ലക്ഷണവും ഇല്ല. ഇനി അത് പോയാൽ ചാടി പിടിക്കുമെന്ന് തോന്നുന്നു. അമ്മാതിരി മൈൻഡിൽ നിൽക്കുക. മിസ്സാവാതെ എങ്ങനെയും കരയ്ക്ക് കയറ്റണം. അതേ എല്ലാവരും നോക്കി നിൽക്കുക മീൻ കരയ്ക്ക് വരുമോ. കാരണം അത് നമ്മൾ കണ്ടോണ്ടാണ് കേട്ടോ അത്ര ഒരു ഭയങ്കര ഹെവിയാണ്. അതാണ്ടേ സ്റ്റിക്കും അവനും വളഞ്ഞ് നിൽക്കുക അതിനെ പിടിച്ചിട്ട്. അതുകൊണ്ടേ എൻ്റെ മോനെ ഹെവി സാധനം. അത്യാവശ്യം നല്ല ഹുക്കുണ്ട് കേട്ടോ. അപ്പോൾ കരയ്ക്ക് കയറാനുള്ള ചാൻസ് ഉണ്ട് നമുക്ക്. അത്യാവശ്യം നല്ല ഹുക്കാണ്. അപ്പോൾ ഈ വർഷത്തെ നമ്മുടെ ആറ്റിലെ ആദ്യത്തെ കൊമ്പൻ. അതുകൊണ്ട് മോനെ കരയ്ക്ക് വന്നിട്ടുണ്ട് കേട്ടോ. പയ്യെ പയ്യെ ആള് കരയ്ക്ക് വന്നിട്ട് പോലും എന്തോ ആക്റ്റീവ് ആണെന്ന് നോക്കിയേ. ഇത്ര അടുത്ത് വന്നിട്ട് പോലും എടുക്കുന്നില്ല, അവിടെ കിടന്ന് കളിക്കുക. അതുകൊണ്ട് എൻ്റെ മോനെ നമ്മൾ ഉദ്ദേശിച്ച പോലെ കേട്ടോ, നല്ല ഹെവിയാ മീൻ. ഇതേ നമുക്ക് ഇതിനകത്ത് സൂം ചെയ്തെടുക്കാനും പറ്റത്തില്ല. നമ്മൾ ഇച്ചിരി ക്ലാരിറ്റി കുറഞ്ഞൊരു ഫോണാണ്. അതുകൊണ്ട് തന്നെ എന്നെ എല്ലാവരും ബ്രൈറ്റ്നസ് ഇച്ചിരി കൂട്ടിയിട്ടൊന്ന് വീഡിയോ കാണാൻ ശ്രമിക്കുക. മോനെ ഇത് കരയ്ക്ക് എടുത്തിട്ടുണ്ട് നമ്മുടെ കൊമ്പൻ. കേട്ടടേ, കളയല്ലേടേ. ഇനി പോയി കഴിയാൻ നമുക്ക് അതിനപ്പുറം സങ്കടമായിരിക്കും. ഇത്രയും കണ്ട് ഇത്രയും അടുത്ത് വന്നിട്ട്. ഹുക്കുണ്ട് കേട്ടോ, നല്ല രീതിയിൽ അത്യാവശ്യം നല്ല രീതിയിൽ ഹുക്കുണ്ട്. കുട്ടായൊക്കെ കണ്ട് കണ്ണ് കളി നിൽക്കുക. കുട്ടായി ചാടി പിടിക്ക്. ഒരു കാരണവശാലും മീൻ എടുക്കുന്നില്ല. ഇയാൾ അവിടെ തന്നെ കിടന്ന് ഫൈറ്റിംഗ് ആണ്. എൻ്റെ മോനെ അതുകൊണ്ട് ഇത്രയും കരയ്ക്ക് വന്ന് കിടന്ന് ഫൈറ്റ് ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. ഇതേപോലെ നമ്മുടെ കുട്ടായി മീനെ എടുക്കാൻ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഹുക്ക് നോക്കിക്കോണേ. ഇയാളീ കിടന്ന് മറിയുന്ന ടൈമിൽ നമ്മളതിനെ എടുക്കാൻ ചെല്ലുമ്പോഴേ ഹുക്ക് നമ്മുടെ കൈ തിരിച്ച് കയറാൻ നല്ല ചാൻസ് ഉണ്ട്. സ്പൈഡർ ഹുക്കല്ലേ. പിടികിട്ടി. തൂക്ക് മോനെ, എൻ്റെ മോനെ. ഇതേ നമ്മളപ്പോൾ നമ്മുടെ വ്യൂവേഴ്സിനാണ് ഇത്ര നല്ല സൈസ് ഒരു മീനെ നമ്മൾ കാണിച്ചു തരുന്നുണ്ട്. അപ്പം
മറക്കാതെ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇത് നമ്മുടെ ആദ്യത്തെ ദിവസം കേട്ടോ, നമ്മുടെ ആറ്റിലെ ആദ്യത്തെ ദിവസമാണ്. അപ്പോൾ ഇനി നമ്മൾ ഡേ 1 ഡേ 2 വീഡിയോ ചെയ്യുന്നതായിരിക്കും. കാരണം ആറ്റിൽ വന്ന് നമുക്ക് മീൻ അടിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കണ്ടിന്യൂസ് അടിക്കും നമുക്ക്. അപ്പോൾ ഇനി നമ്മൾ ആറ്റിൽ നല്ല വീഡിയോകൾ ഇനി ഇടുന്നതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. മോനെ നല്ല സൈസ് കേട്ടോ.